Hi students, welcome to ASF Academy. I am Femi. Today we are discussing about what is auditing and basic principles of auditing. Auditing എന്നുള്ള ചാപ്റ്ററിലെ വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓഡിറ്റിംഗ്, അതിൽ കുറച്ച് ഡെഫിനിഷൻസ്, ദെൻ എന്തൊക്കെയാണ് ഓഡിറ്റിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, എന്താണ് ഓഡിറ്റിംഗ് പറഞ്ഞത്? ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഒരു വ്യക്തി, ഇപ്പൊ നമ്മൾ നോർമൽ ലെവലിൽ പറയുകയാണെങ്കിൽ ഒരു പേഴ്സണെ നമ്മൾ ഓതറൈസ് ചെയ്യാണ് സം ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യാനോ പേയ്മെന്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അത് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഇത് ഒരു തേർഡ് പാർട്ടിയുടെ ക്യാഷ് ആണല്ലോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് വഴി നമ്മൾ ചെക്ക് ചെയ്യാണ് ആ ഒരു കമ്പനിയുടെ അകത്തെ ഡിഫറെന്റ് എംപ്ലോയീസ് അവർ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ആ കമ്പനി ചെയ്യുന്ന വർക്ക് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്, സിമ്പിൾ വേയിൽ പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഓഡിറ്റിംഗ് എന്നുള്ള ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ഒഡേർ എന്നുള്ള വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ടു ഹിയർ. ടു ഇയർ എന്നാണ് ആ ഒരു വേർഡിന്റെ മീനിങ്. ബേസിക്സ് ആയിട്ട് ഫസ്റ്റ് നമ്മൾക്കൊരു ഇൻട്രൊഡക്ഷനിലൊക്കെ എഴുതുമ്പോൾ എഴുതാവുന്ന ഒരു കാര്യം. അപ്പൊ ഓഡിറ്റിംഗ് പറഞ്ഞ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാ? ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഈസ് എ വെപ്പൺ ടു പ്രിവെന്റ് ഫ്രോഡ് ആക്ടിവിറ്റീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്യുറേറ്റ് ആയിട്ട് കമ്പനിയുടെ ഡാറ്റ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നുണ്ടോ നോക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ ആണ് ഓഡിറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഓഡിറ്റിൽ നിന്നുള്ള ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്താണ് എക്സാമിൻ ചെയ്യണേ? എക്സാമിനേഷൻ ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, അതർ റെക്കോർഡ്സ് ആൻഡ് സപ്പോർട്ടിംഗ് വൗച്ചർ. ആ കമ്പനിയോട് റിലേറ്റ് ചെയ്ത എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആവട്ടെ, അതിനോട് റിലേറ്റ് ചെയ്ത എന്തൊക്കെ റെക്കോർഡ്സ് ഉണ്ടോ അതെല്ലാം, അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് റെസീപ്റ്റ്സ്, വൗച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം നമ്മൾ ഈ ഓഡിറ്റിംഗ് പ്രോസസ്സിൽ ഓഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? ചെക്കിംഗ് അരിത്തമെറ്റിക്കൽ ആക്യുറസി. അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ നമ്മളുടെ കമ്പനി കാണിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് വെരിഫൈ ചെയ്യലും കൂടിയാണ് ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് വഴി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഇൻടു സർട്ടൻ എവിഡൻസ്, അതായത് എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു എറർ ആക്ടിവിറ്റി, ഫ്രോഡ് മാത്രമല്ല ഒരു എറർ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന് ഒരു ഓഡിറ്റർക്ക് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഫെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ, ആ എവിഡൻസ് സർട്ടൻ എവിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്? ഒരു ഓഡിറ്റർക്ക് ഉണ്ട്. സോ ഓഡിറ്റിംഗ് പറഞ്ഞ എത്ര ഉള്ളൂ? ഓഡിറ്റ് ഈസ് എ എക്സാമിനേഷൻ ഓർ ഇൻസ്പെക്ഷൻ ഓഫ് വേരിയസ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. വേരിയസ് ബുക്ക്, കമ്പനിയോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് ആണ് ഓഡിറ്റിംഗ്. ആരാ ചെയ്യുന്നത്? ബൈ ആൻ ഓഡിറ്റർ. ഓഡിറ്റർ ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ വേയിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിനുള്ള ഡിഫറെന്റ് ഡെഫിനിഷൻ, നമ്മളിവിടെ 2 ഡെഫിനിഷൻ നോക്കുന്നുണ്ട്. എല്ലാ ഡെക്സിയുടെ ഡെഫിനിഷത്തിൽ പറയുന്നത് ഓഡിറ്റിംഗ് ഈസ് എൻ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് അണ്ടർടേക്കൻ വിത്ത് എ വ്യൂ ടു എസ്റ്റാബ്ലിഷ്മെന്റ് whether they are correctly and completely reflect the transaction to which they are related. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓഡിറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. എല്ലാ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, ട്രാൻസാക്ഷൻസ് എല്ലാം എക്സാമിൻ ചെയ്യുക. അണ്ടർടേക്കൻ വിത്ത് എ വ്യൂ ടു, എന്തിനു വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷിംഗ് വെദർ ദേ ആർ കറക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി, അതായത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, വെദർ ദേ ആർ കറക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ദ ട്രാൻസാക്ഷൻ. ആ കമ്പനിയോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടും, അതായത് ചില ട്രാൻസാക്ഷൻ ചില സ്ഥലങ്ങൾ കൊടുക്കുക, ചില സ്ഥലങ്ങൾ കൊടുക്കുക, എന്തെങ്കിലും മിസ്സിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക, അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഫ്രോഡുലന്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഡിഫറെന്റ് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല കമ്പനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത് എന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അറിയണ RK Moss. ഇതിൽ അക്കോർഡിംഗ് ടു auditing is concerned with the verification of accounting data, determine the accuracy and reliability of accounting statements and reports. ഈ പറഞ്ഞ കാര്യം തന്നെ ഡിഫറെന്റ് വേയിൽ ഇവിടെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ എന്തെന്നെ പറയുന്നത്? അക്കൗണ്ടിംഗ് ഡാറ്റയുടെ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഡാറ്റ.
Auditing is concerned with the verification of accounting data. എന്തിനു വേണ്ടിയിട്ടാണ്? Determine. ഇവിടെ correctly and completely എന്ന് പറഞ്ഞോടത്ത് ഇവിടെ എന്താ പറയുന്നത്? Accuracy and reliability. അത്ര ചേഞ്ച് ഉള്ളൂ. Accuracy and reliability of accounting statement. ഇവിടെ ട്രാൻസാക്ഷൻ പറഞ്ഞോടത്ത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. ഒരു കമ്പനിയോട് റിലേറ്റഡ് ഉള്ള എല്ലാ ട്രാൻസാക്ഷൻസ് അവര് പ്രിപ്പയർ ചെയ്ത എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആണോ, അത് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ, അതിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണതാണ് ഓഡിറ്റിംഗ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഡെഫിനേഷൻ ഓർത്തെക്കാൻ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഡെഫിനേഷനാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിംഗ്. ഇപ്പൊ ഓഡിറ്റിംഗ് എന്താണ്, ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷനും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ്? ബേസിക് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അത് കഴിഞ്ഞിട്ട് അതിലെ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ? ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താ? ദ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ഫേം ഷുഡ് ബി ഓഡിറ്റഡ്. ഓഡിറ്റിംഗ് നടത്താനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ ആ റൂൾസിനെയാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് വിച്ച് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ഫേം ഷുഡ് ബി ഓഡിറ്റഡ്. ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ, എന്തെല്ലാം റൂൾസ്, എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾസ്. ഇറ്റ് റിമൈൻ കോൺസ്റ്റന്റ്, വി കനോട്ട് ചേഞ്ച്. നമുക്ക് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ടെക്നിക്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം, പക്ഷെ പ്രിൻസിപ്പിൾസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ് റിമൈൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. വി കനോട്ട് ചേഞ്ച് ഇറ്റ്. നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, വർക്ക് ഓഫ് ഓഡിറ്റ് ഷുഡ് ബേസ് ഓൺ. ഓഡിറ്റിംഗ് പ്രോസസ് അല്ലെ ഓഡിറ്റിംഗ് വർക്ക് നടക്കുന്നത് ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ a set of principle. On the basis of these principles, the whole work of auditing should be done. Okay. Next, എന്തൊക്കെയാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് നോക്കാം. 9 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഒരു 1 by 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതായത് ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഡ് എങ്ങനെ ആയിരിക്കണം? സ്ട്രൈറ്റ് ഫോർവേഡ് ആവണം, ഹോണസ്റ്റ് ആവണം, സിൻസിയർ ആവണം. ഏറ്റവും ഓരോ ഡെഫിനേഷനിൽ അല്ലെങ്കിൽ ഓരോ പ്രിൻസിപ്പിൾസും മെയിൻ ആയിട്ട് എന്തൊക്കെ നോട്ട് ചെയ്യണം എന്നുള്ളതാണ് സബായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് പ്രൊഫഷണലി എത്തിക്കൽ ആയിരിക്കണം. ആ വ്യക്തിയുടെ പ്രൊഫഷണൽ ഓഡിറ്റ് വർക്ക് മസ്റ്റ് ബി ഫെയർ. ഒരു മാൾ പ്രാക്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബയാസോ ആക്കി എനി ബയാസോ ഒന്നും അലൗ ചെയ്യാൻ പാടില്ല. ഈ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും, ഹോണസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രിറ്റി ആണ്. അതായത് ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ് കാണാൻ പാടില്ല ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി അറിയുന്നത് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസ് ഒരിക്കലും ആ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയുടെയോ അനുവാദമില്ലാതെ ഒരു തേർഡ് പാർട്ടീസിനും കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒരു ഓഡിറ്റർക്ക് ഒരു കമ്പനി ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ക്ലയന്റിന്റെ ഒരു സമ്മതമില്ലാതെ വേറൊരു വ്യക്തിയിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ പോവാൻ പാടില്ല. അതാണ് പറയുന്നത്. നോട്ട് ഗിവ് എനി ഇൻഫോർമേഷൻ ടു തേർഡ് പാർട്ടി. മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ഇൻഫോർമേഷൻസ് അക്വയർ ഇൻ ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്കിന് വേണ്ടി നമ്മൾ കൊടുത്ത എല്ലാ ഇൻഫോർമേഷൻസും കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, തേർഡ് വൺ പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസി. അതായത് ഒരു ഓഡിറ്റർക്ക് ഓഡിറ്റർ ആവണമെങ്കിൽ ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒരു ഓഡിറ്റർ ആവണമെങ്കിൽ ഓഡിറ്റിങ്ങിന് വേണ്ടി എക്സാംസും അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ക്വാളിഫിക്കേഷൻസ്. ആ ക്വാളിഫിക്കേഷന്റെ കൂടെ തന്നെ ഒരുപാട് ജനറൽ ക്വാളിറ്റീസ് ഉണ്ടാവും. മസ്റ്റ് പൊസസ് certain general qualities besides statutory qualification. അതായത് ആ ഒരു എക്സ്പീരിയൻസ് ആവാം, അദ്ദേഹത്തിന്റെ ഒരു ബൈ കരിയറിൽ വന്ന ഒരുപാട് ജനറൽ ക്വാളിറ്റീസ് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തി ഓഡിറ്ററുടെ വർക്ക് എഫിഷ്യന്റ് ആവാനും സ്മൂത്ത് ആവാനും സഹായിക്കുന്നു. അതാണ് ഷുഡ് ഹാവ് എക്സ്പീരിയൻസ്. അത് എങ്ങനെയാണ് അക്വയർ ചെയ്യുക? അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷന്റെ കൂടെ എക്സ്പീരിയൻസ് വഴി അക്വയർ ചെയ്യാനാവും ഈ സ്കിൽസും കോമ്പിറ്റൻസി അറിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? ഡെലിഗേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് ആണ്. അതായത് ഒരു ഓഡിറ്ററുടെ കീഴിൽ ഒരുപാട് ജൂനിയർ ഓഡിറ്റേഴ്സ് ഉണ്ടാവും അല്ലെ, ഒരുപാട് ഓഡിറ്റേഴ്സ്, സബ് ഓഡിറ്റേഴ്സ്. അപ്പൊ ഈ നമ്മളൊരു കമ്പനി ഒരു ഓഡിറ്റിംഗ്
കമ്പനിക്ക് നമ്മളുടെ വർക്ക് കൊടുത്ത ക്ലയന്റ് ആയിട്ട് നമ്മൾ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് അതിന്റെ ഹെഡ് മാത്രമാവില്ല, അതിന്റെ അകത്ത് തന്നെ ഒരുപാട് സബ് ആയിട്ട് വരുന്ന ജൂനിയർ ഓഡിറ്റേഴ്സും ഒക്കെ പാടെ കൂടിയിട്ടാവും ഈ ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് വർക്ക് പെർഫോംഡ് ബൈ ആൾ വെൻ ഡെലിഗേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ആർക്ക് ടു ഹിസ് ജൂനിയർ ഓഡിറ്റർ അല്ലെങ്കിൽ മറ്റ് എക്സ്പേർട്സ് ആവാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെയിൻ ഓഡിറ്ററുടെ സൂപ്പർവിഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ഹി വിൽ കണ്ടിന്യൂ ടു റെസ്പോൺസിബിൾ ഫോർ ഫോമിങ് ആൻഡ് എക്സ്പ്രസിങ് ഹിസ് ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് അഡ്വൈസസ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക്സ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നടക്കുന്ന ജൂനിയർ ഓഡിറ്റേഴ്സ് ചെയ്യുന്ന വർക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കീപ്പ് ഓൺ ടച്ച് ആ ഓഡിറ്റിംഗ് പ്രോസസ്സിൽ കീപ്പ് ഓൺ ടച്ചിങ്, അതായത് ആ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് സൂപ്പർവിഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സൂപ്പർവൈസ് ആൻഡ് റിവ്യൂ ദ ഓഡിറ്റിംഗ് പ്രോസസ്സ്. ജൂനിയർ ഓഡിറ്റേഴ്സ് ചെയ്യുമ്പോഴും ഈ കണ്ടിന്യൂസ്ലി സൂപ്പർവൈസ് ആൻഡ് റിവ്യൂ. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡോക്യുമെന്റേഷൻ. ഇവിടെ കളക്ട് ആൻഡ് പ്രിസർവ് എന്നാണ് മെയിൻ ആയിട്ട് കണ്ടന്റ് വരുന്നത്. അതായത് ഒരു കമ്പനിയോട് റിലേറ്റഡ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആവാം, നോട്ട്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, അത് എന്തോ ആവട്ടെ, ഇറ്റ് ഈസ് ഡോക്യുമെന്റ്സിലും ഇൻക്ലൂഡ് ചെയ്യുന്ന എന്ത് വാല്യൂബിൾ ഇൻഫോർമേഷൻസ് ആവട്ടെ, ഐ ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ് ഓൾ ഡോക്യുമെന്റ് അക്കോർഡിംഗ് ടു ദയർ ഇമ്പോർട്ടൻസ് ആൻഡ് മെറ്റീരിയാലിറ്റി. ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റീസിന്റെ ബേസിസിൽ ഓഡിറ്റർ ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ്സ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. അത് പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ട് വേണം പ്രിസർവ് ചെയ്ത് വെക്കുക, കെയർഫുള്ളി പ്രിസർവ്ഡ്. കാരണം ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രോസസ്സ് റിപ്പോർട്ടിംഗ് ടൈമിൽ അറ്റ് ദ എൻഡിൽ ഈ ഓരോ ഡോക്യുമെന്റേഷനും വളരെ അത്യാവശ്യമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റ് പ്ലാനിങ് അതായത് പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ഓഡിറ്റ് വർക്ക് ആണ്. അതായത് ഏതൊരു ഓഡിറ്റിംഗ് പ്രോസസ്സിന് മുന്നേ പ്രീ അറേഞ്ച് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഫ് എ ക്ലയന്റ് ഈസ് കോൾഡ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. എന്ത് നമ്മൾ ചെയ്യാൻ പോണു എന്നുള്ളതാ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്, നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു നമ്മളുടെ ഈ ഒരു ക്ലയന്റിന് ഏത് ടൈപ്പ് ആണ് നല്ലത് എന്നുള്ളത്, അതായത് ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റിംഗ് വർക്കാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് ക്ലയൻസിന്റെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അക്യൂർ ചെയ്യുക. അതുകൊണ്ടാണ് പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വി ഗ്യാദർ എന്ത് ചെയ്യാണ് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഓഡിറ്റ് എവിഡൻസ് ഗ്യാദറിങ് ചെയ്യുന്നത്? നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ്. ഓക്കെ, ടു ഹിസ് സാറ്റിസ്ഫാക്ഷൻ ടു ഫ്രെയിം ഹിസ് റിപ്പോർട്ട് ആൻഡ് ഫോം ഒപ്പീനിയൻസ് ആസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഒരു ഓഡിറ്റർ ആ ഓഡിറ്ററുടെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻസിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിംഗ് എവിഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ട എവിഡൻസ് എല്ലാം ഗ്യാദർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ കമ്പനിയും റെസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ് റെസ്പോൺസിബിൾ ആണ്. ആഡ്വക്കേറ്റ് ആയിട്ടില്ല അവരെ കമ്പനിയുടെ ഓരോ കമ്പനിക്ക് ഡിഫറെന്റ് നാച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെ ബിസിനസ് സൈസ് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ അക്കൗണ്ടിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഓരോ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമുക്കറിയാം. അപ്പൊ ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റേണൽ അതിന്റെ ഉള്ളിലെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് ഒരു ഓഡിറ്റർ എക്സാം ചെയ്യണം. എങ്ങനെയാണ് ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ അക്കൗണ്ടിംഗ് സിസ്റ്റം എംപ്ലോയ്ഡ് ബൈ ദ ക്ലയന്റ് എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഈ ഷുഡ് സീ ദാറ്റ് ആ ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ അകത്ത് വരുന്ന ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് എല്ലാം ആക്യുറേറ്റ് ആണോ അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഒരു ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആക്യുറേറ്റ് ആകുമ്പോൾ normally provide such assurances. So the auditor should evaluate internal control system and also the scope of internal audit. Okay, ഇത്രയാണ് ഇന്റേണൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ പറയുന്നത്. എക്സാമിൻ അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ട്. ഇതൊക്കെ ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഒരുപാട് ഓഡിറ്റർ ഹോണസ്റ്റ് ആവണം, അതേപോലെ ഓഡിറ്ററുടെ ഇൻഡിപെൻഡന്റ് ആവണം പറഞ്ഞു, ഓഡിറ്ററുടെ ഡോക്യുമെന്റേഷന്റെ കാര്യം പറഞ്ഞു, ഓഡിറ്ററുടെ സ്കിൽ കോമ്പിറ്റൻസി പറഞ്ഞു, പ്ലാനിങ് ഓഫ് ഓഡിറ്റ് പറഞ്ഞു, ഓഡിറ്റ് എവിഡൻസ് പറഞ്ഞു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് 8 കാര്യങ്ങളാണ്. എങ്ങനെ ഓഡിറ്റർ ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഓഡിറ്റിന്റെ നമ്മൾ ഇത്രയും കാലം ചെയ്ത ഓഡിറ്റ് വർക്ക് റിവ്യൂ ചെയ്യുക.
അതിനുശേഷം ആ റിവ്യൂവിന്റെ ബേസിസിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. At the end of audit work, company അല്ലെ auditor should review the audit work. Audit work review ചെയ്തിട്ട് he should express his opinion on the financial information. ഈ കമ്പനി accurate ആയിട്ടാണോ ചെയ്തിരിക്കുന്നത്, ഈ കമ്പനി ഷോ ചെയ്തതെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും fraudulent activities കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യണം ആര്, ഓഡിറ്റർ. ഓൺ ദ ബേസിസ് ഓഫ് റിവ്യൂ, ഈ ഒരു റിവ്യൂവിന്റെ ബേസ് അനാലിസിസ് ഓഫ് എവിഡൻസ്, അദ്ദേഹത്തിന് കിട്ടിയ നോളജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കില്ല്, എക്സ്പീരിയൻസ്, ഇതിന്റെ ഒക്കെ ബേസിസിൽ ആണ് അദ്ദേഹം ഈ റിവ്യൂ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ റിവ്യൂവിന്റെ ബേസിൽ ഹി പ്രിപ്പയർ എ റിപ്പോർട്ട് ആൻഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട്. അത് സബ്മിറ്റ് റിപ്പോർട്ട്, റിവ്യൂ ദി ഓഡിറ്റ് വർക്ക് ആൻഡ് സബ്മിറ്റ് റിപ്പോർട്ട്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതെല്ലാമാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ പറഞ്ഞ ഇന്റഗ്രിറ്റി പറഞ്ഞ, സെക്കൻഡ് പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റി, തേർഡ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസി, വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്, ഡോക്യുമെന്റേഷൻ, പ്ലാനിംഗ് ഓഫ് ഓഡിറ്റ്, നെക്സ്റ്റ് ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇന്റേണൽ കൺട്രോൾ, ഓഡിറ്റ് കൺക്ലൂഷൻ റിപ്പോർട്ട്. ഈ 9 പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കേണ്ടത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ കമന്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.